നടന്മാരായ നിവിൻ പോളിക്കും അലൻ ഷീറിനുമെതിരായ പീഡന കേസുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. അതേസമയം പരാതിക്കാരിക്ക് എതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് നിവിൻ പോളി. ബംഗാളി നടിയുടെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കൂടുതൽ വിവരങ്ങളുമായി ബിനിൽ ചേരുന്നു. ബിനിൽ, പരാതിക്കാരിക്കെതിരെ ഈ കാര്യങ്ങളിലെ നിജസ്ഥിതി ബോധ്യപ്പെടുത്താനായി നിയമ നടപടികളിലേക്ക് കടക്കുമെന്നാണല്ലോ നിവിൻ പോളി പറയുന്നത്. അതേസമയം പ്രത്യേക അന്വേഷണ സംഘം അലൻ ഷീറിനെതിരായ പരാതി അന്വേഷിക്കുകയും ചെയ്യും. എന്താണ് വിശദാംശങ്ങൾ? മോത്തി, നിവിൻ പോളി ഈ പരാതി വ്യാജമാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ താൻ നിയമത്തിന്റെ ഏതറ്റം വരെയും പോകുമെന്നാണ് നിവിൻ പോളിയെ അറിയിക്കുന്നത്. എന്തായാലും നിവിൻ പോളിയെ സംബന്ധിച്ചിടത്തോളം ഈ കേസിലെ പോലീസിന്റെ അന്വേഷണം തന്നെയാണ് അദ്ദേഹത്തിന് നിരപരാധിയാണെങ്കിൽ ആ നിരപരാധിത്വം ബോധ്യപ്പെടുത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട വശം എന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണവുമായി സഹകരിച്ച് മുന്നോട്ട് പോകുക എന്നതാണ് അദ്ദേഹത്തിന് മുന്നിലുള്ള ഇപ്പോഴുള്ള നിയമപരമായ പരിഹാരം. അതോടൊപ്പം തന്നെ നിവിൻ പോളിക്ക് ഇതിൽ എന്തെങ്കിലും പരാതികൾ ഉണ്ടായെങ്കിൽ അത് രേഖാമൂലം അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്യാം. ഈ പരാതിയിൽ അന്വേഷണം നടത്തിയത് വ്യാജ പരാതിയാണ് എന്ന ഒരു റിപ്പോർട്ട് പോലീസ് കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും നിവിൻ പോളിക്ക് അടുത്ത ഘട്ടമായി തൻ്റെ നിയമ പോരാട്ടങ്ങൾ ആരംഭിക്കാൻ കഴിയും. ആ സമയത്ത് മാത്രമേ നിവിൻ പോളിയെ കൊണ്ട് സാധിക്കുകയുള്ളൂ. കാരണം വ്യാജ പരാതി ഒരാൾക്കെതിരെ ഉന്നയിക്കുകയും അതിൽ കേസെടുപ്പിക്കുകയും ചെയ്യുന്നത് നിയമപരമായി ഒരു കുറ്റകരമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് നിവിൻ പോളിക്ക് ഈ ആരോപണം വ്യാജമാണ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ അതിന്മേൽ തുടർ നടപടിയുമായി പോകാൻ കഴിയും. അതുകൊണ്ടാണ് നിവിൻ പോളി നിയമപരമായി ഏതറ്റം വരെയും പോകുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ പരാതിയിലുള്ള ഒരു അവ്യക്തത എന്നത് ആദ്യഘട്ടത്തിൽ പരാതി നൽകുമ്പോൾ ഉപദ്രവിച്ചു എന്ന് പറയുകയും പിന്നീടത് പീഡിപ്പിച്ചു എന്ന രീതിയിലേക്ക് മാറ്റുകയും ചെയ്തു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രഡിക്ഷൻ എന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വിശദമായ അന്വേഷണത്തിലേക്കാണ് SIT പോകുന്നത്. ദുബായിൽ വെച്ച് നടന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ വിദേശത്ത് നടക്കം തെളിവുകൾ ശേഖരിക്കേണ്ടി വരും. അത് എങ്ങനെയായിരിക്കും ഇനി തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. അലൻ ഷീറിന്റെ കാര്യത്തിലേക്ക് വന്നാൽ 2017 നടന്ന സംഭവമാണ്. അന്ന് തന്നെ ഇത് പരാതിയായി വന്നതാണ്. അമ്മയ്ക്ക് മുന്നിൽ ഇത് ആ പരാതിയുമായി യുവനടി എത്തിയതാണ്. പക്ഷേ അമ്മ ഇതിൽ യാതൊരുവിധ നടപടിയും എടുത്തില്ല എന്നത് അവർ കഴിഞ്ഞിടെ വീണ്ടും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം താൻ നേരിട്ട ദുരവസ്ഥയെക്കുറിച്ച് അവർ തുറന്നു പറയുകയും ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. ചെങ്ങമനാട് പോലീസാണ് ഇപ്പോൾ അലൻ ഷീറിനെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുന്നത്. ആഭാസം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ബംഗളൂരിൽ വെച്ചായിരുന്നു ഈ സംഭവം. അതുകൊണ്ട് തന്നെ വിശദമായ പരിശോധന അവിടെയും വേണ്ടിവരും. ഈ രണ്ട് കേസുകളും പ്രത്യേക അന്വേഷണ സംഘം DYSPമാരുടെ അന്വേഷണത്തിലേക്ക് കൈമാറുമെന്നാണ്. സംവിധായകൻ രഞ്ജിത്തിനെതിരെയുള്ള പരാതിയിൽ രഞ്ജിത്ത് നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയും ഇന്ന് ഹൈക്കോടതിക്ക് മുന്നിലെത്തുകയാണല്ലോ. രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. ഇന്ന് അതിലൊരു തീരുമാനം വരില്ല. കാരണം സ്വാഭാവികമായും പോലീസിനോട് വിശദീകരണം തേടേണ്ടി വരും. പോലീസിന്റെ വിശദീകരണത്തിന് ശേഷം മറ്റൊരു ദിവസമായിരിക്കും രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിശദമായി വാദം കേൾക്കുക. രഞ്ജിത്തിന് വേണ്ടി ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ P. വിജയഭാനുവാണ് കോടതിയിൽ ഹാജരാകുന്നത്. ശരി ബിനിൽ.